ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഈ മൂവിയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നായികയുണ്ട്. ആ നായിക തൻ്റെ പോയ സൗന്ദര്യം 50 വയസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു പിടിക്കാൻ നോക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു മുട്ട അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അതൊരു മഞ്ഞക്കുരുവിലേക്ക് ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഞ്ഞക്കുരു രണ്ടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ഇതിൽ നായികയുടെ പേര് വരുന്ന എലിസബത്ത് എന്നാണ്. അവരാണെങ്കിൽ ഒത്തിരി ഓസ്കാറൊക്കെ ലഭിച്ചിട്ടുള്ള നടിയാണ്. അവർ ഫേമസ് ആയിട്ടുള്ള, അതായത് ഒരു ക്രൗഡ് പുള്ളറൊക്കെ ആയിട്ടുള്ള ഒരു നടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ എലിസബത്ത് എന്നൊക്കെ എഴുതി അവരവരെ തയ്യാറാക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഈവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈവൻറ്റിലേക്ക് അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സ്പേസാണ് ആ കാണുന്നത്. അവരവിടെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഒത്തിരി ജനങ്ങൾ വരുന്നുണ്ട്. അവർ നിന്ന സ്ഥലം പോലും ആളുകൾ വിടാതെ അവിടെ തൊട്ട് നോക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് കുറേ കാലഘട്ടം കഴിഞ്ഞ് പോകുന്തോറും ആ സ്ഥലത്തോടോ അല്ലെങ്കിൽ അവരെയൊക്കെ കുറിച്ചൊക്കെ ആളുകൾ മറന്നു തുടങ്ങിയിരുന്നു. കാരണം പുതിയ നായകന്മാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ നായകന്മാരെ ആർക്കും വേണ്ടാതെയായിട്ട് മാറും. അങ്ങനെ ഈ എലിസബത്ത് പാർക്കർ എന്ന് പറഞ്ഞ ആളെ എല്ലാവരും മറന്നു. ഇപ്പോൾ നമ്മുടെ നായികയായിട്ടുള്ള എലിസബത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടെലിവിഷനിലുള്ള ഒരു ഫേമസ് ചാനലിൽ ഒരു ഡാൻസ് ഷോയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഹോസ്റ്റ് അവരാണ്. അങ്ങനെ അവിടുത്തെ ആ ഒരു ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്ന വഴിക്ക് അവർ വെള്ളം കുടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോസാണ് 2 ചുവരിലും നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇവർ എത്രത്തോളം ഫേമസ് ആയിട്ടുള്ള നടിയായിരുന്നു എന്ന്. കാരണം ഇവർക്ക് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് തീരുമാനിക്കുന്നത് ഇവരാണ്. ഇവർ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്ത്രീകളുടെ ബാത്റൂം പൂട്ടിയൊക്കെ ഇരിക്കും. എന്തായാലും എവിടെയെങ്കിലും കാര്യം സാധിച്ചാൽ മതിയല്ലോ എന്ന് കരുതി അവർ ആണുങ്ങളുടെ ബാത്റൂമിലേക്ക് കയറും. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ അവർ ആരും കാണാതെ ബാത്റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. പ്രൊഡ്യൂസർ മൂത്രമൊഴിക്കാൻ വരുന്നതാണ്. പക്ഷേ പുള്ളി ഫോണിൽ പുള്ളിയുടെ മാനേജറുമായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എലിസബത്ത് പാർക്കറിന് ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു, ഇനി അവളെ കൊണ്ടൊന്നിനും സാധിക്കില്ല. ആ ഒരു വയസ്സായ ആളെ കുറിച്ചുകൊണ്ട് നമുക്കൊന്നും ഇത് സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ പറ്റത്തില്ല. റേറ്റിംഗ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നടത്തുന്നത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാരിറ്റി ഒന്നുമല്ല. ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നിലെത്തിച്ചാൽ മാത്രമേ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ മാറ്റുക തന്നെ വേണം എന്ന് പറഞ്ഞ് അടുത്ത ഒരു പെൺകുട്ടിയെ നിർബന്ധമായിട്ടും ഈ ആഴ്ചയ്ക്കുള്ളിൽ കണ്ടുപിടിച്ചിരിക്കുന്നു പറഞ്ഞ് മാനേരെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഈ സമയം ഇതൊക്കെ അകത്തിരുന്ന് നമ്മുടെ എലിസബത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എലിസബത്തിന് ഭയങ്കരമായിട്ട് സങ്കടമാകും. എന്നിട്ട് അവരെ കണ്ണാടി നോക്കിയിരിക്കുമ്പോൾ അവരുടെ ആ പ്രായം കൂടിയതിൻ്റെയൊക്കെ മുഖത്തെ ചുളിവുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആകുന്നുണ്ട്. കാരണം ഇത്രയും നാളൊരു ഫേമസ് ആയിട്ടുള്ള നായികയായിരുന്നു. അപ്പോൾ അത് കാരണം അവർക്കത് വല്ലാതെ തന്നെ അവരുടെ മനസ്സിനെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അപ്പോൾ അവരുടെ എക്സ്റേ സ്കാനിങ്ങൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഡോക്ടർ പറയും, യുവർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പോകാം, നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഞാനിതിൽ കുറിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഒരു ഫാനാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് പെട്ടെന്ന് എലിസബത്ത് കരയുകയാണ്. കാരണം ഇത്ര ഫേമസ് ആയിട്ടുള്ള നടിയാണ്, എന്നിട്ട് ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ് ശ്രദ്ധിക്കുന്നുള്ളൂ. എനിക്ക് ഇനി എൻ്റെ മുഖത്ത് ചുളിവൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവുന്നിടത്താണ് അവർ കരയുന്നത്. അങ്ങനെ അപ്പോൾ ഡോക്ടറിനൊന്നും പറയാനില്ല, ഡോക്ടർ അങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ നേരെ അവിടെ ഡോക്ടറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടറുണ്ട്. പുള്ളി തിരിച്ചു വന്നിട്ട് എലിസബത്തിനെ അവിടെ ഇരുത്തിക്കൊണ്ട് എലിസബത്തിൻ്റെ പുറം പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് അയാൾ പറയുന്നുണ്ട് കാഷ്വൽ ചെക്കപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അയാൾ എലിസബത്തിൻ്റെ നട്ടെല്ല് ചെക്ക് ചെയ്യുന്നുണ്ട്. നട്ടെല്ല് തൊട്ടിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യുവർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്നും പറഞ്ഞ് ആ ഒരു ജാക്കറ്റ് അവർക്ക് കൊടുക്കും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന എലിസബത്ത് പെട്ടെന്ന് പോക്കറ്റ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്നിട്ട് ഒരു പെൺഡ്രൈവ് കിട്ടും. ആ പെൺഡ്രൈവിൻ്റെ അകത്ത് ദ സബ്സ്റ്റൻസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവൾക്കത് മനസ്സിലാവില്ല അതെന്താണ്. അങ്ങനെ അവളത് അപ്പോൾ തന്നെ മടക്കിയെടുത്ത് അവളുടെ പോക്കറ്റിലേക്ക് തന്നെ വയ്ക്കും. അപ്പോഴാണ് അവളുടെ ഒരു പഴയൊരു സുഹൃത്ത്, കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ വന്നിട്ട്, എലിസബത്ത് നീ എന്നെ ഓർക്കുന്നുണ്ടോ, അയ്യോ എന്നെ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എലിസബത്തിന് ഓർമ്മ വരില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഇന്ന ആളല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ അയാളുടെ അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അയാളുടെ അഡ്രസ്സൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളത് മേടിച്ച് പോക്കറ്റിലിടുക. എങ്ങനെയെങ്കിലും ഒഴിവാക്കാനൊക്കെ ആയിട്ട് അവൾ നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ പെൺഡ്രൈവ് അവളുടെ ടി വിയിൽ കുത്തിയിട്ട് അവൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്ന സബ്സ്റ്റൻസിനെ കുറിച്ച് എന്തൊക്കെയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് കോശങ്ങളൊക്കെ വീണ്ടും ഡബിളായി വന്നുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണ് ആ ഒരു പെൺഡ്രൈവിൽ കാണിക്കുന്നത്. ഈ സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സുന്ദരിയാകും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവൾക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞ് അവളത് വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടും. എന്നിട്ട് രാത്രി അവൾ ബാറിൽ പോയിരുന്ന് കള്ള് കുടിക്കും. കള്ള് കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് ചുറ്റുമുള്ളതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുതൽ സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്ക് ഒരു ഇത് തോന്നുവാണ്. അതായത് കുറ്റബോധം തോന്നുവാണ്. ആ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കണം എന്നുള്ളൊരു ഇത് അവൾക്ക് തോന്നുകയാണ്.
അങ്ങനെ അവൾ ആ പെൻഡ്രൈവ് കണ്ടുപിടിക്കുകയാണ് അവളുടെ വേസ്റ്റ് പോക്കറ്റിൽ നിന്നും. എന്നിട്ട് ആ പെൻഡ്രൈവിൽ കാണുന്ന ഫോൺ നമ്പറിൽ അവൾ വിളിച്ചിട്ട് എനിക്കിത് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ, നിങ്ങളുടെ അഡ്രസ്സ് മാത്രം തന്നാൽ മതി എന്ന് പറയുമ്പോൾ നാളെ സാധനം എത്തുമെന്ന് പറയും. അങ്ങനെ അഡ്രസ്സ് അവൾ പറഞ്ഞു കൊടുത്ത് പിറ്റേ ദിവസം അവൾക്ക് അഡ്രസ്സിൽ കുറച്ച് സാധനങ്ങൾ കിട്ടും. അങ്ങനെ 506 എന്നാണ് അവളുടെ നമ്പർ വരുന്നത്. അതായത് അവളുടെ കസ്റ്റമർ നമ്പർ വരുന്നത് 506 അങ്ങനെ അവളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ആ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാകും. ആ അഡ്രസ്സ് ചെന്ന് കഴിഞ്ഞിട്ട് സാധനം അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ അവൾ അഡ്രസ്സിൽ പോയി ആ സാധനം എടുത്ത് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോരും. അങ്ങനെ അവൾ ഇതുമായിട്ട് വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ആക്ടിവേറ്ററാണ്. പിന്നെ കുറച്ച് സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെബിലൈസർ ഉണ്ട് 7 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ളത്. പിന്നെ സ്വിച്ച് ഉണ്ട്. സ്വിച്ചിന് കുറച്ച് കേബിളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുഡാണ് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അതായത് എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവൾ ബാത്റൂമിൽ പോയിട്ട് ഈ ഒരു മരുന്ന് എടുത്ത് കഴിഞ്ഞിട്ട് അവളത് ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അവളത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഭയങ്കരമായിട്ട് അവൾ വേഗം തന്നെ അവൾക്ക് എന്തോ സംഭവിക്കുന്ന പോലെ തന്നെ മറിഞ്ഞ് കളിക്കുകയാണ്. പിന്നീട് അവളുടെ കണ്ണൊക്കെ രണ്ടായിട്ട് മാറും. കണ്ണ് രണ്ടെണ്ണം, അതായത് എലിസബത്തിൻ്റെ കണ്ണൊക്കെ രണ്ടെണ്ണമായിട്ട് മാറി അവളൊരു രൂപമാറ്റം സംഭവിക്കുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത്. ഇഞ്ചക്ഷൻ എടുത്ത എലിസബത്തിൻ്റെ പുറം ഭാഗം പൊട്ടിയിട്ട് ഒരു പെൺകുട്ടി പുതുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. അതായത് അവളിൽ നിന്ന് വേർപെട്ട് വേറൊരാൾ വരുന്നുണ്ട്. അത് ഭയങ്കര സുന്ദരിയാണ് കാണാനായിട്ട്. അങ്ങനെ അവൾ കണ്ണാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എലിസബത്ത് അവിടെ കിടക്കുകയാണ്. അങ്ങനെ എലിസബത്തിനുള്ള ഫുഡ് അവൾ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വച്ചതിന് ശേഷം അവൾ അതൊക്കെ ഓൺ ചെയ്ത് എലിസബത്തിനെ റെഡിയാക്കി ഒക്കെ വെച്ചിട്ടതിന് ശേഷം അവൾ വീണ്ടും കണ്ണാടി നോക്കിയിട്ട് ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങും. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് ആ സ്റ്റെബിലൈസറിൻ്റെ കാര്യം. ആ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് 7 ദിവസത്തേക്ക് ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്നൊരു വെള്ളം അവൾ എലിസബത്തിൻ്റെ ശരീരത്തിൽ നിന്നും, അതായത് ഒറിജിനൽ വണ്ണായിട്ട് വരുന്നത് എലിസബത്തിൻ്റെ ശരീരത്തിൽ നിന്നും 7 ദിവസത്തേക്കുള്ള ഒരു വെള്ളം അവൾ ഇതിലേക്ക് എടുക്കണം. അതായത് നട്ടലിൻ്റെ ഭാഗത്തു നിന്നാണ് വെള്ളം എടുക്കുന്നത്. അങ്ങനെ അവൾ ആ വെള്ളം എടുത്ത് അവളുടെ മേലിലേക്ക് 1ാമത്തെ ദിവസത്തെ ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ ബ്ലഡ് വരലൊക്കെ നിൽക്കും. അത് അങ്ങനെ 7 ദിവസമാണ് ഉപയോഗിക്കാനുള്ളത്. അങ്ങനെ 1ാമത്തെ ദിവസത്തെ അവൾ ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം അവൾ പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. കയ്യിൽ എലിസബത്തിൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. എലിസബത്ത് പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ടി വി ഷോയിൽ പുതിയ ആളുകളെ എടുക്കാനായിട്ട് അവർ ഓഡിഷൻ നടത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും പെർഫെക്റ്റായിട്ട് ആളെ കിട്ടുന്നില്ല. അവസാനം അങ്ങനെ ഈ പുതിയ പെൺകുട്ടീനെ കിട്ടുകയാണ്. എന്നിട്ട് അവളുടെ പേര് അവിടെ പറയുന്നുണ്ട്. ഇതാണ് പെർഫെക്റ്റായിട്ടുള്ള ആളെന്നൊക്കെ പറഞ്ഞ് അവരിവളെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഇവളുടെ പേര് പറയുന്നുണ്ട്. അതായത് സ്യൂ എന്നാണ് ഇവൾ പേര് പറയുന്നത്. അങ്ങനെ പുതിയൊരു നായികനെ അവർ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സ്യൂ ആണ് പിന്നീടുള്ള ഷോകൾക്കൊക്കെ വരുന്നത്. എന്നിട്ട് അവളുടെ മാനേജരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അന്നേരമാണ് അവളുടെ ശരിക്കുള്ള പേര് പറയുന്നത് സ്യൂ. അങ്ങനെ മാനേജർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര സുന്ദരിയാണ്. അതായത് എല്ലാത്തിലും അവൾക്ക് നല്ല പ്രാക്ടീസും കാര്യങ്ങളും ഡാൻസിലായാലും എല്ലാം ഉണ്ട്. അപ്പോൾ അയാൾ അവളോട് പറയുന്നുണ്ട്, നീ കാരണം ഞങ്ങളുടെ ഇത് റേറ്റിംഗ് കയറാൻ പോവുകയാണ്. അപ്പോൾ നീ ഞങ്ങളുടെ കിട്ടിയത് ലക്കാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവൾ കുറേ കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട്. അതായത് 7 ദിവസം ഞാനിങ്ങനെ മാറി നിൽക്കും. ഇങ്ങനെ വീക്കെൻഡിൽ ഞാൻ ഇങ്ങനെ പോകും, 7 ദിവസം മാറി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് 7 ദിവസം അവൾ അവിടെ സ്വിച്ച് ചെയ്യണം. അതായത് എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. എങ്കിലാണ് ഇവൾക്ക് ബ്ലഡ് വരാതെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ കണ്ടീഷനൊക്കെ സമ്മതിക്കും. എന്നിട്ട് അവൾ തിരിച്ച് എലിസബത്തിൻ്റെ അടുത്ത് ചെന്ന് അവൾ പിന്നീട് അവൾ ഭയങ്കര സുഖകരമായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഫുഡ് തീരുന്നുണ്ട്. എലിസബത്തിൻ്റെ ഫുഡ് തീർന്ന് കഴിയുമ്പോൾ സ്വിച്ച് ചെയ്യുകയാണ്. അതായത് സ്വിച്ച് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 7 ദിവസം കഴിയുമ്പോൾ അവൾ സ്വിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വീണ്ടും അവൾ പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ട്. അതായത് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതായത് 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം, അങ്ങനെ 4, 5, 7 അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ അവളിങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വിച്ച് ചെയ്യുകയാണ്. അവൾ സ്വിച്ച് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിനാണ് പിന്നീട് ജീവൻ കൊടുക്കുന്നത്. ഈ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറുമ്പോൾ സിയു അവിടെ ബോധം കെടുകയും എലിസബത്ത് അവിടെ എണീക്കുകയും ചെയ്യും. അങ്ങനെ എലിസബത്തിൻ്റെ പഴയ സാധനങ്ങൾ എടുക്കാനായിട്ട് അവളുടെ പഴയ ഓഫീസിലേക്ക് വന്ന് കഴിയുമ്പോൾ മാനേജർ കൊണ്ടുപോയി ഇതാണ് എൻ്റെ പഴയ സാധനങ്ങൾ, ഇതൊന്നും ഇവിടെ ആവശ്യമില്ലാന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ വീട്ടിൽ വന്നിരുന്നിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. സിയുടെ ദിവസങ്ങൾ എത്രയാണ്, 7 ദിവസമാണ്, 7 ദിവസത്തിൽ എത്ര ദിവസം വരെ പോകുമെന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ആ പഴയ സ്ഥലത്ത് നിന്ന് ഫുഡ് എടുക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. പുതിയതായിട്ട് ഫുഡൊക്കെ അവൾ റീഫിൽ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ രാത്രി അവളിങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൾ വീണ്ടും സ്വിച്ച് ചെയ്യുകയാണ്. അപ്പോൾ സിയു വീണ്ടും എണീക്കും. ഇനി സിയുവിൻ്റെ ടൈമാണ്. അതായത് സിയുവിന് പ്രോഗ്രാമുകളുണ്ട്. ഇനി സിയു സ്റ്റേജ് ഷോയിലേക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട്.
അങ്ങനെ പിറ്റേ ദിവസം എണീച്ച് സിയു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുകയാണ്. അതായത് ഡോറൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു എലിസബത്തിൻ്റെ ജീവനുള്ള ബോഡി ഏതെങ്കിലും മുറിയിലായിട്ട് ഒളിപ്പിക്കണം. അപ്പോൾ കബോർഡിലൊക്കെ മുട്ടി നോക്കുന്നുണ്ട് ഏതൊരു കബോർഡിൽ ഒളിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ. ഇങ്ങനെ അവൾ ഒരു സ്പേസ് കണ്ടെത്തുകയാണ് ബാത്റൂമിൻ്റെ അകത്ത് തന്നെ. അങ്ങനെ അവൾ അവിടെ തുളച്ച് ഗ്രില്ല് ചെയ്ത് ഒരു റിനോവേഷൻ വർക്ക് നടത്തുന്നുണ്ട്. അതായത് ഒരു മുറി അവൾ അവിടെ സെറ്റപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ മുറിക്കകത്തേക്ക് ഈ എലിസബത്തിൻ്റെ ജീവനുള്ള ബോഡി അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഇവർക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പത്തിന് ആരും കാണാതെ വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമിനകത്തേക്ക് കയറിയ ഈ ഒരു ശരീരം കാണും. അതായത് ഫുഡ് ഞെക്കിയിട്ടിരിക്കുന്ന ശരീരം കാണും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവള് തന്നെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എലിസബത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഇവളവിടെ എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ സിയുവിൻ്റെ സാധനങ്ങൾ മാത്രമാക്കും അവിടെ. എലിസബത്തിൻ്റെ ഫോട്ടോ, ഫർണിച്ചറുകൾ എല്ലാം ഇവള് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സിയു എലിസബത്തിൻ്റെ ബോഡി എടുത്ത് ആ മുറിക്കകത്ത് സുരക്ഷിതമായിട്ട് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനിയുള്ള 7 ദിവസത്തേക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിയു പോകുന്നുണ്ട്. ഇന്ന് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. മാനേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് നല്ല റെസ്പോൺസൊക്കെയാണ് കിട്ടുന്നത്. അവർ റേറ്റിങ്ങും കൂടുന്നുണ്ട്. അങ്ങനെ സിയു നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും പുതിയൊരു ഫിലിം സ്റ്റാർ അവിടെ പുതുതായിട്ട് ജനിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു ഫോട്ടോകളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് എലിസബത്തിൻ്റെ ഫോട്ടോ ഇരുന്ന പോലെ അവളുടെ ഫോട്ടോയും വരുന്നുണ്ട്. ഇങ്ങനെ അന്ന് രാത്രി അവസാന ദിവസമാണ് അവളിങ്ങനെ എലിസബത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഫുഡ് തീരാറായി ഇന്നും കൂടി നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്നത് അവൾ കൂട്ടുകാരുടെ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അതായത് അവൾ ബാറിലേക്കാണ് പോകുന്നത്. അവൾ ക്ലബ്ബിൽ പോയി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരുടെ കൂടെയാണ് അവൾ പോകുന്നത്. എന്നിട്ട് അവൾ തിരിച്ചു വരുന്നത് അവളുടെ കാമുകനുമായിട്ടാണ്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ട്. അപ്പോൾ ഈ ചോര വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യാത്ത കാരണമാണ്. അങ്ങനെ 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം അവളുടെ ഇപ്പോൾ എലിസബത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ഫുഡ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫുഡ് കഴിഞ്ഞ കാരണം ഇവളുടെ ചെവിയിൽ നിന്നും എല്ലാം ബ്ലഡ് വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആ കേസ് ഓർക്കുന്നത് സിയു ആ കേസ് ഓർക്കുന്നത് അപ്പോഴാണ്. അങ്ങനെ ഉടനെ തന്നെ ചെന്നിട്ട് എലിസബത്തിൻ്റെ അടുത്ത് എടുക്കാൻ പാടില്ലാത്തതാണ് തെറ്റാണ് സിയു കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ നട്ടെല്ലിൽ നിന്ന് ഒരു സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു വെള്ളം കൂടെ അവൾ അവിടെ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് വലിച്ചെടുക്കുന്നത് ചെയ്യാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് അത് മൈൻഡ് ചെയ്യാതെ വലിച്ചെടുക്കുക. എന്നിട്ട് അങ്ങനെ കാമുവിൻ്റെ അടുത്ത് പോയി അവരവിടെ ആ ദിവസം കിടന്നുറങ്ങുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം സ്വിച്ച് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ചെയ്ത് എലിസബത്താണ് പിന്നീട് വരുന്നത്. അപ്പോൾ എലിസബത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എലിസബത്തിന് ചുറ്റും നോക്കി കഴിയുമ്പോൾ ആകെ ഒരു കുളമാക്കിയിട്ടേക്കുകയാണ്. അതായത് സിയു മൊത്തം ആഘോഷിച്ച് കുപ്പികളും എല്ലാമായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ പുറത്ത് ഭയങ്കര വേദന അനുഭവപ്പെടുന്നത്. അതായത് അവൾ ആ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള വെള്ളം എടുത്തെടുത്ത് നല്ല പെയിനും ഉണ്ട്. പിന്നെ അങ്ങനെ ഫസ്റ്റ് വിരൽ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വിരലിൻ്റെ അവിടെ അതായത് ഒരു കറുത്ത പാടുകൾ കാണും. അതായത് കൂടുതലായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവളുടെ ആ കൈവിരൽ കറുത്ത് പോയത്. അങ്ങനെ അവളത് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി എന്താ അതിന് മാർഗം. അപ്പോൾ അവർ പറയും അതായത് ഈ സിയു എന്ന് പറഞ്ഞ ശരീരം അത് താൻ തന്നെയാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള തീരുമാനം എടുത്ത കാരണം അങ്ങനെ പറ്റിയെന്നൊക്കെ പറയും. അപ്പോൾ അതായത് വേറൊന്നും ചെയ്യാനില്ല, ഇനിയൊന്നും തിരുത്തി കൊടുക്കാനൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഫോൺ അവിടെ വയ്ക്കുകയാണ്. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് എലിസബത്ത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് സിയുവിനെ ചീത്ത പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവിടെ മൊത്തം ക്ലീൻ ചെയ്ത് അവൾക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി അവൾ കഴിക്കുന്നുണ്ട്. ആണ് എലിസബത്ത് ടി.വി. വെച്ച് നോക്കുന്നത്. ടി.വി. വെച്ച് നോക്കുമ്പോൾ സിയുവിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് സിയു ഭയങ്കരമായിട്ട് നല്ല സുന്ദരിയായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ അത് അവൾക്ക് ഇഷ്ടപ്പെടും. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് ആ ഫുഡ് മേടിക്കേണ്ട കേസ്. അങ്ങനെ അത് ഫുഡ് മേടിക്കാൻ ഇതിലേക്ക് അവൾ പോകും. അവിടെ റീഫില്ല് ചെയ്യാനായിട്ടുള്ള ആ ബോക്സ് നോക്കി കഴിയുമ്പോൾ അവൾക്ക് അവിടെ നിന്ന് റീഫില്ല് ചെയ്യാനായിട്ടുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് അവൾ അതുമായിട്ട് വീട്ടിൽ വന്ന് അത് അവൾ സ്റ്റോർ റൂമിൽ വെക്കുന്നുണ്ട്. അന്ന് രാത്രി അവളൊരു കൂട്ടുകാരൻ്റെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ഇടുമ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് അവൾ കൂടുതൽ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും അവൾക്കടെ മുഖം അങ്ങ് ചുളുങ്ങുന്നുണ്ടെന്നും അവൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് സ്റ്റെബിലൈസ് ചെയ്ത് കൂടുതൽ വലിച്ചെടുത്താണ് അങ്ങനെ പറ്റിയത്. ഇങ്ങനെ അവൾ സങ്കടപ്പെട്ട് അന്ന് രാത്രി മൊത്തം തള്ളി നീക്കുകയാണ്. അടുത്ത സീനിൽ സിയു ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. അവിടെ ക്യാമറമാന്മാരുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. അങ്ങനെ സിയു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിയു കുനിയുന്ന സീൻ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബാക്കിൽ അതായത് എന്തോ പൊങ്ങി വരുന്ന പോലെ സിയുവിനെ തോന്നും. അങ്ങനെ അപ്പോൾ തന്നെ ഈ ഡാൻസ് കളി നിർത്തുകയാണ് സിയു. അപ്പോൾ ക്യാമറമാർ ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മേക്കപ്പ് റൂമിലേക്ക് പോകും. ഇങ്ങനെ മേക്കപ്പ് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ശരീരത്തെന്തോ തടയുന്ന പോലെ തോന്നും. അങ്ങനെ ആ തടയുന്നത് ഇങ്ങനെ തപ്പി എടുത്ത് പൊക്കിളിലൂടെ സിയു പുറത്തേക്ക് ഇടുകയാണ്. പക്ഷേ ഇത് സ്വപ്നമായിരുന്നു. അപ്പോഴാണ് നിലവിൽ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിയു അവിടെ നിന്ന് എണീക്കുകയാണ്. സിയു എണീറ്റ് പുറത്തേക്ക് വന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ പുറത്താകെ അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ടാവും. അതായത് ഫുഡ് കഴിച്ചതും വേസ്റ്റും എല്ലാം അവിടെ എലിസബത്ത് ഇട്ടിട്ടാണ് പോയത്. എലിസബത്ത് യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഇതൊക്കെ കാണുമ്പോൾ സിയുവിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ സിയുവിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും സിയുവിൻ്റെ ഒറിജിനലാണല്ലോ. ഒറിജിനൽ പേഴ്സൺ ആയിരുന്നു സിയുവിന് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സിയു മറ്റവരെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സബ്സ്റ്റൻസ് തന്നവരെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിയു പെട്ടെന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഓടി വന്നു കഴിയുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വേറൊരു ദിവസത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ ഓടി വന്നിട്ട് പറയും, സിയുവിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ നമ്മുടെ മാനേജരെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറയും. അങ്ങനെ സിയു പെട്ടെന്ന് മാനേജരുടെ അടുത്തേക്ക് മനസ്സിലാക്കിയിട്ടാണ് സിയു ചെല്ലുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സിയുവിൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പറയും, ഈ വരുന്ന ന്യൂ ഇയറിനുള്ള ഷോ നിങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ സിയുവിന് അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാകും. കാരണം അത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ല. അങ്ങനെ സിയു അതിൽ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുമ്പോൾ മാനേജർ പറയും, നിങ്ങൾ കാരണം നമ്മുടെ TRP റേറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോയിട്ടുണ്ട്. അത് കാരണം ആണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സിയു വീട്ടിൽ ചെന്നതിന് ശേഷം കുറച്ചും കൂടെ സ്റ്റെബിലൈസ് അവരുടെ ശരീരത്തിൽ നിന്ന് കുത്തിയെടുക്കുകയാണ്. എലിസബത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കുത്തിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവള് സിയു ഇങ്ങനെ എടുക്കുന്നുണ്ട് എലിസബത്തിൻ്റെ മേത്ത് നിന്ന്. അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് മുറിവ് പഴുത്തു തുടങ്ങിയിരുന്നു. കാരണം എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ മുറിവ് പഴുക്കുമെന്നെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിയു പല ടൈമുകളായിട്ട് പലപ്പോഴായിട്ട് ഇങ്ങനെ ഇതെടുത്തുകൊണ്ടിരിക്കും. അതായത് ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും വയ്ക്കുന്നില്ല. 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ പല ദിവസങ്ങളും കടന്നു പോകും. സിയു അതൊന്നും കാര്യമാക്കുന്നില്ല. അതായത് ഇത് എലിസബത്തിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. എലിസബത്തിന് പ്രായം കൂടുകയും ചെയ്യും. കാരണം എലിസബത്തിൻ്റെ ഒരു ഊർജ്ജമാണ് ഈ ഒരു സ്റ്റെബിലൈസറിലൂടെ വലിച്ചെടുക്കുന്നത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ സിയു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എലിസബത്തിന് സ്വിച്ച് ചെയ്യുകയാണ്. അങ്ങനെ എലിസബത്ത് പുറത്തേക്ക് വരും. കുളിമുറിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എലിസബത്തിൻ്റെ ശരീരം ആകെ മാറിയിട്ടുണ്ടാകും. കാരണം ഭയങ്കരമായിട്ടുള്ള സ്റ്റെബിലൈസർ വലിച്ചെടുത്ത കാരണം എലിസബത്തിന് ഭയങ്കരമായിട്ട് പ്രായമായിട്ടുണ്ടാവും. മുടിയൊക്കെ ഫുള്ള് നരച്ച് കാലുകളൊക്കെ ഭയങ്കരമായിട്ട് ചുക്കി ചുളുങ്ങി ഇത് ഒരു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അതായത് അത് കഴിഞ്ഞിട്ട് എലിസബത്ത് കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മുഖത്തൊക്കെ ഭയങ്കര വീർത്ത രൂപമായിട്ട് മാറിയിട്ടുണ്ടാകും. അങ്ങനെ എലിസബത്ത് അവർ വിളിക്കുന്നുണ്ട്, ഇതെന്തെങ്കിലും സംഭവിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, നിങ്ങൾ തന്നെയാണ് സിയുവും, നിങ്ങൾ തന്നെയാണ് എലിസബത്തും. അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തതാണ് ഈ തെറ്റുകളെല്ലാം. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ എലിസബത്ത് സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് എലിസബത്ത് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഓർക്കും, ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ഓർക്കുന്ന സീനാണ് അടുത്ത് കാണിക്കുന്നത്. പിന്നീട് ഈ എലിസബത്ത് കുറേ കുക്ക് ചെയ്യുകയും കുറേ ഫുഡൊക്കെ കഴിച്ച് അവിടെ ആകെ കുളമാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇവളുടെ ഫോട്ടോയൊക്കെ വലിച്ചു കീറി കളയുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എലിസബത്ത് ആ 7 ദിവസം അങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റോ കാര്യങ്ങളോ ആരെയും ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു മുറിക്കകത്ത് തന്നെ അവൾ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യണം. കാരണം അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ സ്വിച്ച് ചെയ്യേണ്ട ടൈം എത്തി, സ്വിച്ച് ചെയ്തു. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ സിയു വന്നു. സിയു വന്ന് പുറത്തിറങ്ങി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന അടുക്കളവ് ഹാളൊക്കെയാണ്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ മൊത്തം കുളമാക്കി ഇട്ടേക്കുമായിരിക്കും എലിസബത്ത്. അതായത് എല്ലായിടവും വൃത്തികേടാക്കി ഇട്ടേക്കുമായിരിക്കും. ഇതൊന്നും സിയു കണ്ടിട്ട് സിയുവിന് സഹിച്ചില്ല. അപ്പോൾ തന്നെ സിയു ചെന്നിട്ട് സിയു അവളുടെ ആ രഹസ്യ മുറിയിലേക്ക് കയറിയിട്ട് കുറേ ബോട്ടിലുകളായിട്ടാണ് കയറുന്നത്. ഈ ബോട്ടിലുകളിലേക്കൊക്കെ സിയു ആ സ്റ്റെബിലൈസറിൻ്റെ വെള്ളം നിറയ്ക്കുന്നുണ്ട്. അതായത് മാക്സിമം എടുക്കുകയാണ്. അപ്പോൾ അവളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എലിസബത്തിനെ ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മുറിവൊന്നും വകവയ്ക്കാതെ ഭയങ്കരമായിട്ടുള്ള അളവിന് ഈ ഒരു സ്റ്റെബിലൈസർ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാൻ പാടില്ലാന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എങ്കിലും അതൊന്നും നോക്കാതെ തന്നെ ഇവൾ ബോട്ടിലുകൾ നിറയ്ക്കുകയാണ്. അങ്ങനെ 3 മാസം കഴിഞ്ഞു പോയി. അതായത് ന്യൂ ഇയറിന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഡേറ്റ് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബോർഡൊക്കെ എല്ലായിടത്തും വന്നു തുടങ്ങി. അതായത് ന്യൂ ഇയറിൻ്റെ ഷോയുടെയൊക്കെ ടൈമോ കാര്യങ്ങളെല്ലാം വെളിയിൽ വന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇതൊരു മുറിക്കകത്തിരുന്നുകൊണ്ട് സിയു പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കാമുകൻ്റെ കൂടെ. അങ്ങനെ സ്വിച്ച് ചെയ്യേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വിച്ച് ചെയ്യാതെ ഈ സിയു എലിസബത്തിൻ്റെ ഇത് ഊറ്റിക്കൊണ്ട് തന്നെ ഇരുന്നു. സ്റ്റെബിലൈസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ആ ടൈം എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മെഷീൻ ഉപയോഗിച്ച് എടുത്ത് കഴിഞ്ഞപ്പോൾ ബ്ലഡിന് പകരം കറുത്ത എന്തോ ദ്രാവകമാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് സിയു പേടിച്ചു. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇനി സ്റ്റെബിലൈസ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ സിയുവിന് മൂക്കിൽ കൂടെയൊക്കെ ബ്ലഡ് വരും. അപ്പോൾ തന്നെ സിയു അവരെ വിളിക്കുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് പറയും, എന്താണ് കിട്ടുന്നില്ല, അതായത് സ്റ്റെബിലൈസർ കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, അത് ഓവറായിട്ട് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ വഴിയൊന്നുമില്ല, ഇനി സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവൾ പറയും, സ്വിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല, എനിക്ക് ഇനിയും കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ
വേറെ മാർഗ്ഗമൊന്നുമില്ല. നിങ്ങൾക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യണമെന്ന് അവർ പറയും. അങ്ങനെ എലിസബത്ത് നേരെ ചെന്നിട്ട് സ്വിച്ച് ചെയ്യുകയാണ്. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം സിയു സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എലിസബത്ത് വന്ന് കഴിയുമ്പോഴാണ് കാണേണ്ടത് ഭയങ്കരമായിട്ടുള്ള വികൃത രൂപമായിട്ടുണ്ടാവും. മുടിയെല്ലാം പോയിട്ടുണ്ട്. ശരിക്ക് ഒരു 110 വയസ്സ് വരെ തോന്നിക്കുന്ന രീതിയിലേക്ക് ആയിട്ട് എലിസബത്ത് മാറുന്നുണ്ട്. എന്നിട്ട് എലിസബത്ത് കണ്ണാടി നോക്കുമ്പോൾ എലിസബത്തിനൊരു ഭീകര രൂപമാണ്. കാലൊക്കെ പിരിഞ്ഞ് കെട്ടി, പുറത്തൊക്കെ മൊത്തം പാടുകളും, തൊലിയൊക്കെ ഫുള്ള് ചുക്കി ചുളുങ്ങി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാടുകളും കൂനൊക്കെ ആയിട്ടാണ് എലിസബത്തിൻ്റെ കഥാപാത്രത്തെ പിന്നെ കാണിക്കുന്നത്. എലിസബത്തിനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. അങ്ങനെ എലിസബത്ത് അവരെ വിളിച്ചിട്ട് പറയും, എനിക്ക് ടെർമിനേഷനിലുള്ള മരുന്ന് വേണമെന്ന് പറയും. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള മരുന്ന് പോയി എലിസബത്ത് മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ എലിസബത്ത് ആ ടെർമിനേറ്റ് ചെയ്യാനുള്ള മരുന്നൊക്കെ മേടിച്ചു വന്നിട്ട് അവളെ വലിച്ചു വന്ന ഹാളിലേക്ക് ഇടും. അങ്ങനെ സിയുവിനെ വലിച്ചു വന്ന ഹാളിലേക്ക് ഇട്ടിട്ട് ഈ മരുന്ന് കുത്താനായിട്ട് എടുത്ത് ഈ മരുന്ന് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ആ മരുന്ന് എടുത്തിട്ട് അവളുടെ നെഞ്ചത്തേക്ക് കുത്തുകയാണ് ചെയ്യുന്നത്. നെഞ്ചത്തേക്ക് കുത്തി കൊല്ലാനായിട്ട് തുടങ്ങും. അങ്ങനെ ഫുള്ള് മരുന്നും അവരുടെ ശരീരത്തിലേക്ക് ഇറക്കി കഴിയുമ്പോഴാണ് എലിസബത്ത് ഓർക്കുന്നത്, അതായത് ഇത്ര സുന്ദരിയായിട്ടുള്ള നിന്നെ എനിക്ക് കളയാൻ പറ്റത്തില്ല, നിന്നെ എനിക്ക് വേണം, നീ എനിക്ക് പകരം ഇവിടെ മൊത്തം നായികയായിട്ട് വിലസണം എന്നൊക്കെ അങ്ങനെ ഒരു തോന്നൽ തോന്നുകയാണ്. അങ്ങനെ അപ്പോൾ തന്നെ അവളെ രക്ഷിക്കാനായിട്ടൊക്കെ പല മാർഗ്ഗങ്ങളും നോക്കുന്നുണ്ട്. പക്ഷേ പറ്റത്തില്ല. എന്നാ വെച്ചാൽ ടെർമിനേഷനുള്ള മരുന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എലിസബത്തിനൊരു ഐഡിയ തോന്നുവാണ്. അതായത് ചിലപ്പോൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ എലിസബത്ത് സ്വിച്ച് ചെയ്യുകയാണ്. സ്വിച്ച് ചെയ്യുമ്പോഴാണ് മണ്ടത്തരം പറ്റുന്നത്. കാരണം സിയുവും എലിസബത്തും ഒരേ ടൈമിൽ ജീവിച്ചിരിക്കുന്ന പോലെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭയങ്കര വിഷയമാണ്. അപ്പം സിയു നോക്കുമ്പോൾ ടെർമിനേഷനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവളെ കൊല്ലാൻ നോക്കുമായിരുന്നു എലിസബത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എലിസബത്തിനെ മാരകമായിട്ട് അവൾ ഉപദ്രവിക്കുകയാണ്. പുറകെ പോയി ഇടിച്ച് മൂക്കൊക്കെ പൊട്ടിച്ച് മുഖമൊക്കെ ചോര വരും. പിന്നെ അവളുടെ ആ മുറിവിലൊക്കെ ഒത്തിരി തവണ ഇടിച്ച് മൊത്തം എലിസബത്തിനെ കൊല്ലുന്ന രീതിയിൽ അങ്ങനെ അവസാനം മുറിവിൽ ഇടിച്ചിടിച്ചിടിച്ച് അവസാനം എലിസബത്തിനെ സിയുവിൻ്റെ ഒരു പൂർണ്ണമായി അങ്ങ് കൊല്ലുകയാണ്. അങ്ങോട്ട് പോവുകയൊക്കെ തന്നെ എലിസബത്ത് നൈപുണ്യം കാണിക്കുന്നു. കാരണം സിയു അങ്ങോട്ട് പോയതിന് ശേഷം അവിടെയുള്ള അറേഞ്ച്മെൻറ്റുകൾക്കൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ സിയു നിൽക്കുന്നതിന് കഴിയുമ്പോൾ പെട്ടെന്ന് സിയുവിൻ്റെ ബാത്റൂമിൽ പോകുന്നതായിട്ട്, അതായത് വായിക്ക് ഭയങ്കര വേദന എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ബാത്റൂമിലേക്ക് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ തുറന്ന് നോക്കി കഴിയുമ്പോൾ അവളുടെ വായിൽ നിന്നൊരു പല്ല് താഴത്തേക്ക് ചാടും. അങ്ങനെ അവൾ തൊട്ട് നോക്കുമ്പോൾ അടുത്ത പല്ലും അവളുടെ വായിൽ നിന്ന് ചാടും. അങ്ങനെ ഫ്രണ്ടിലെ എല്ലാ പല്ലുകളും അവളുടെ താഴത്തേക്ക് പോന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൾ ഭയങ്കര കരച്ചിലാണ്. ഇതെങ്ങനെയാണ് പോകണമെന്ന് നമുക്കും അറിയാൻ പാടില്ല. അവളങ്ങനെ അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണ് പിടിച്ച് പെട്ടെന്ന് വീട്ടിൽ ചെന്ന് റിയാക്റ്റീവ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടെയുണ്ട്. ആ മരുന്ന് അവളുടെ മേത്തേക്ക് കുത്തിവെക്കും. അങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് അവൾ വെയിറ്റ് ചെയ്യും, എന്താ മാറ്റം നടക്കുന്നതെന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ തന്നെ അവൾക്ക് പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള വേദന തോന്നിയിട്ട് അവൾ മറിഞ്ഞാടും. പിന്നെ മറിഞ്ഞാടി അവളുടെ കണ്ണാണ് പിന്നെ കാണിക്കുന്നത്. ആ കണ്ണിൽ ഒത്തിരി കണ്ണുകളുണ്ടാകുന്നതായിട്ട് കാണിക്കും. അതായത് നേരത്തെ എലിസബത്തിൻ്റെ കണ്ണിൽ ഒരെണ്ണമായിട്ടാണ് സ്പ്ലിറ്റായെങ്കിൽ ഇവളുടെ കണ്ണിൽ ഒത്തിരി എണ്ണമായിട്ട് സ്പ്ലിറ്റാവുന്നുണ്ട്. അങ്ങനെ സ്പ്ലിറ്റായി ഒത്തിരി കണ്ണുകൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇവളുടെ ശരീരം രണ്ടായിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു ഭീകര രൂപം, അതായത് പിന്നീട് എഴുതി കാണിക്കുന്നത് മോൺസ്റ്റർ എന്നാണ് എഴുതി കാണിക്കുന്നത്. മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു രൂപമാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത്. അതായത് ഭീകരമായിട്ടുള്ള രൂപമാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ എലിസബത്ത് അതൊന്നും കണക്കാക്കാതെ ഈ ഈ രൂപത്തിന് പ്രത്യേകതയുണ്ട്. പല തരത്തിൻ്റെ തലകളുണ്ട്, കണ്ണുകളുണ്ട്. അങ്ങനെ ഇതൊന്നും കാര്യമാക്കിയിട്ടെടുക്കാതെ അതേ സെയിം ഡ്രസ്സ് തന്നെ ഇട്ട് അവൾ ആ പ്രോഗ്രാമിന് ചെല്ലും. അങ്ങനെ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ എല്ലാവരും കൈയടിച്ച് അവളെ സ്റ്റേജിൽ കയറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അവളൊരു മാസ്ക് വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മാസ്ക് വെച്ച് അവൾ ആ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മാസ്ക് മാറ്റുമ്പോഴാണ് ആളുകൾ പെട്ടെന്ന് പേടിച്ചു പോകുന്നത്. കാരണം അവളുടെ രൂപം അത്ര ഭീകരമായിരുന്നു. അങ്ങനെ ആ ഭീകര രൂപത്തിനെതിരെ ആൾക്കാർ അവിടെ എണീറ്റ് നിന്നിട്ട് പേടിച്ച് അവിടെ നിന്ന് എണീറ്റ് മോൺസ്റ്റർ വന്നിട്ടുണ്ട്, ഇവനെ കൊല്ലണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവൾ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവൾക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ സ്റ്റേജിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുക. ഇങ്ങനെ ഇവൾ ഈ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ സമ്മതിക്കില്ല. ആളുകൾ അങ്ങനെ വെടിയൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ വെടി വെച്ച് ഇവിടെ മൊത്തം ബ്ലഡും കാര്യങ്ങളൊക്കെ ആവും. ആളുകൾ വീണ്ടും വീണ്ടും ഇവൾ കൊല്ലാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആരും കൊല്ലുമ്പോഴും വീണ്ടും വീണ്ടും ഇവൾ സ്പ്ലിറ്റായിട്ട് ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തലയായാലും മറ്റവയവങ്ങളായാലും എല്ലാം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും പേടിയാവുകയാണ്. അതായത് ഇതെന്താ സംഭവിക്കുന്നതെന്നൊക്കെ ഓർത്ത് കുട്ടികളൊക്കെ സ്റ്റേജിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ബ്ലഡ് വെള്ളം അടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഒരുത്തൻ വന്നിട്ട് കമ്പ് വെച്ച് അവളുടെ തലക്കെട്ടടിക്കും. അങ്ങനെ തലയൊക്കെ പൊട്ടിപ്പോകും. പിന്നെ അവിടുന്ന് അവൾ ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങി റോട്ടിലേക്ക് ചെല്ലും. റോട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു വണ്ടി വന്ന് അവളെ ഇടിക്കും. അങ്ങനെ അവൾ ആ ശരീരം മൊത്തം പൊട്ടി തവിടുപൊടിയായിട്ട് പോകും. ഇങ്ങനെ ചെന്ന് അവൾ വെളിയിലേക്ക് ഇച്ചിരി നീങ്ങി ചെല്ലുമ്പോൾ അവളുടെ വഴി എലിസബത്ത് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു
നിൽക്കാനായിട്ടുണ്ടായിരിക്കുന്ന സ്ഥലത്ത് ചെല്ലും. അങ്ങനെ അവളുടെ ഒരു തല മാത്രം അവിടെ ചെന്നിരിക്കും. അങ്ങനെ ആ തല അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ശരിക്കും കഥ എൻഡ് ആവുന്നത്. അവളുടെ ആഗ്രഹം സാധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ ഈ ഒരു തല അവിടെ വെച്ച് തന്നെ അലിഞ്ഞ് ബ്ലഡായിട്ട് ഈ പറയുന്ന ഈ കല്ലിൻ്റെ വിടവിലൂടെ ഇറങ്ങി പോവുകയാണ്. അവിടെ വെച്ച് പടം തീരുകയാണ്.